സ്വാഗതം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക്. വാർത്തകൾ വിശദമായി. അരൂർ പഞ്ചായത്ത് പടിക്കൽ സത്യഗ്രഹമിരുന്നു. വഴി തടസ്സം മാറിക്കിട്ടി. വിശദമായ വാർത്തകൾ. 10 വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യം. സത്യാഗ്രഹ സമരത്തിനൊടുവിൽ അരൂരിൽ വഴി തടസ്സം നീക്കി. അരൂർ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതിനെതിരെ കുടുംബം നടത്തിയ സത്യാഗ്രഹ സമരത്തിന് വിജയം. അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്ലക്കാർഡുകളുമായി ചന്ദ്രബോസും കുടുംബവും നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ 10 വർഷമായി നിലനിന്നിരുന്ന വഴിതർക്കത്തിന് പരിഹാരമായി. അത് തൊട്ടയൽവാസിയായ സതീശൻ അടച്ചു കിട്ടുകയുണ്ട്. ഒരു 3 വർഷത്തിന് പഞ്ചായത്ത് നമ്മുടെ വാർഡ് മെമ്പറെ ഞാൻ ധരിപ്പിക്കുകയുണ്ട്. മെമ്പർ വന്നുകൊണ്ട് അത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ രണ്ടും കൂടെ എനിക്ക് ശരിക്കും ഉപകാരം ചെയ്തിട്ടുണ്ട്. വാർഡ് മെമ്പർ പുള്ളി ഞാനിവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചപ്പോഴത്തേക്കും സ്റ്റേഷനിൽ നിന്ന് SI വന്ന് അത് പൊളിച്ച് മാറ്റി. ഒരു ഷീറ്റ് പൊളിച്ച് മാറ്റിയ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ അവർ വീണ്ടും അത് അടച്ചു വയ്ക്കുകയുണ്ടായി. അങ്ങനെ തന്നെ വീണ്ടും ഞങ്ങൾ ഒന്ന് സ്റ്റേഷനിൽ ചെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഉൾപ്പെടുത്തി ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിരുന്നു. വീടിൻ്റെ വടക്കോട്ട് ഒരു തോടുണ്ടായിരുന്നു. സതീശൻ്റെ ഉൾപ്പെടെ വടക്ക് അവർ വെള്ളം കംപ്ലീറ്റ് വടക്കോട്ട് ഒഴുകിക്കൊണ്ടിരുന്നത്. ആ തോട് അവർ നിവർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ പറമ്പിൽ വെള്ളം വടക്കോട്ട് ഒഴുകാതെ ഇപ്പോഴും ആ റോഡിൻ്റെ അറ്റത്ത് പൈപ്പ് കിടപ്പുണ്ട് മണ്ണിനടിയിൽ. അപ്പോൾ അത് ആ വെള്ളം പോകാതായിരുന്നപ്പോഴത്തേക്കും ഇവരുടെ കക്കൂസ മാലിന്യങ്ങളും വെള്ളം ഉൾപ്പെടെ എൻ്റെ പറമ്പിലിട്ട് ഒഴുകിയപ്പോൾ ഞാൻ എൻ്റെ ബൗണ്ടറി ഞാൻ അടച്ചു. വെള്ളം പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് സഭയിൽ ഞാനൊരു റിപ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്കും സഭാ പ്രസിഡന്റ് ഇടപെട്ട് അത് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ സഭയെ വെച്ച് വിളിപ്പിച്ചൊരു തീരുമാനത്തിലെത്തിച്ച് ഞാൻ കെട്ടിയതിൻ്റെ അടി കൂടെ പൊട്ടിച്ച് പൈപ്പിട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു പ്രസിഡന്റ്. പഞ്ചായത്ത് അധികൃതരും പോലീസും ഇടപെട്ട് തടസ്സം പൊളിച്ചു നീക്കി വഴി തുറന്നുകൊടുത്തു. തർക്കവും ദുരിതവും. അരൂർ 16-ാം വാർഡിൽ കമ്പിയേകത്ത് തെക്കേ നികർത്തിൽ ചന്ദ്രബോസ്, സഹോദരൻ സരസൻ എന്നിവരുടെ കുടുംബങ്ങളാണ് വഴിയില്ലാതെ ദുരിതത്തിലായിരുന്നത്. അയൽവാസിയായ പുത്തൻകാട് സതീശൻ നടവഴി അടച്ചുകെട്ടിയതോടെ 10 വർഷമായി ഈ കുടുംബങ്ങൾ പുറം ലോകവുമായി ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. മുൻവശത്തെ തോടിന് കുറുകെയുള്ള ഒരു കോൺക്രീറ്റ് ബീമിലൂടെ സാഹസികമായാണ് സ്കൂൾ കുട്ടികളടക്കമുള്ളവർ നടന്നിരുന്നത്. പഞ്ചായത്ത് അധികൃതർക്കും മുഖ്യമന്ത്രി മുതൽ MPമാർക്ക് വരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കുടുംബം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചത്. അധികൃതരുടെ ഇടപെടൽ. സമരം മാധ്യമശ്രദ്ധ നേടിയതോടെ അധികൃതർ അടിയന്തര നടപടിയിലേക്ക് നീങ്ങി. അരൂർ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും സ്ഥലത്തെത്തുകയും പോലീസിന്റെ മേൽനോട്ടത്തിൽ വഴിയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇതോടെ വർഷങ്ങളായി നീണ്ടുനിന്ന തർക്കത്തിനാണ് ശാശ്വത പരിഹാരമായത്. പല വാതിലുകൾ മുട്ടിയിട്ടും ഫലമില്ലാതെ വന്നപ്പോഴാണ് സമരത്തിനിറങ്ങിയത്.